ഇനി അവന്മാരെ സൂക്ഷിക്കണം. അവന്മാര് മഹാ കുഴപ്പക്കാരാ. എനിക്കാരും പേടിയില്ല. അവനാരും പേടിയൊന്നുമില്ല, നീ പേടിക്കണ്ട. തമാശ. ഇവന്മാരൊക്കെ മുമ്പേ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. ആ സുശീല സാർ വന്നില്ലായിരുന്നെങ്കിലേ കളി മാറിയാനെ. യെസ് കറക്റ്റ്. എന്തായാലും ആ അടി നടന്നതിന് ശേഷം ഹോസ്റ്റൽ എല്ലാരും നല്ല ത്രില്ലില്ല. ഇവനാ കോളേജിൽ ഇപ്പോഴത്തെ ഹീറോ. ഓ എന്തായാലും നാളെ മറ്റന്നാളും ക്ലാസ് ഇല്ല. നമുക്ക് ഹോസ്റ്റൽ വിട്ടൊന്ന് കറങ്ങിയാലോ? എന്താ ദീപു? അത് കൊള്ളാം. അയ്യോ, നമ്മളെ ബി കെ വിടും തോന്നുന്നില്ല. അവരോട് പോയി പണി നോക്കാൻ പറ. എന്താ അല്ലെങ്കിൽ തന്നെ എവിടെ പോവാനാ? മൂന്നാർ. കഴിഞ്ഞ തവണ മൂന്നാറിലല്ലേ പോയത്. ഇത്തവണ നമുക്കൊരു ചേഞ്ച് ആയാലോ? എങ്ങോട്ട്? എന്റെ നാട്ടിലേക്ക്. യെസ്, വെൽക്കം ടു മൈ ഹോം. ഇതാണ് എന്റെ വീട്. എല്ലാരും വരൂ. അമ്മച്ചി. മോളെ ഗൗതം, ഇതാണ് എന്റെ അമ്മച്ചി. ഇത് പെങ്ങൾ. അമ്മച്ചി, ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ. ഇത് ഗൗതം, ഹരി, സിനി. ഇതമ്മച്ചി. ഇത് ഐശ്വര്യ. ഞങ്ങൾക്ക് ഇന്ന് അവധി അമ്മച്ചി. അപ്പോ ജോടെ നാടും വീടൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. വാ മക്കളെ, അകത്തോട്ട് കയറിയിരിക്കാം. അമ്മച്ചി ആദ്യം നല്ല കപ്പയും മീൻകറി ഉണ്ടാക്കി. അപ്പോഴേക്കും ഞങ്ങൾ സ്ഥലമൊക്കെ കണ്ടുവെച്ചും വരാം, എന്നിട്ട് വിട്ടു. അമ്മച്ചി പോയിട്ട് വരാം. ചെല്ലു മോനെ. വാ വാ എല്ലാരും വാ. വഴിക്കലുള്ള സ്ഥലം സ്ലിപ്പാവും. ജോ, നീ ഇറങ്ങുന്നില്ലടാ. ഏയ് ഐശ്വര്യ, അവിടെ ഇറങ്ങില്ല. അവിടെ പ്രശ്നമുള്ള സ്ഥലാ. ഐശ്വര്യ, ജോ പറഞ്ഞു കേട്ടില്ലേ? അങ്ങോട്ട് ഇറങ്ങണ്ട. ഇപ്പൊ അങ്ങ് മുകളിൽ മഴ പെയ്താലേ പെട്ടെന്നായിരിക്കും ഒഴുക്ക്. സൂക്ഷിക്കണം. പിടിച്ചെടുക്കും. സിനി, ആരോ വെള്ളത്തിന് വീണെന്ന് തോന്നുന്നു. എന്താ പിള്ളേരെ കാണിച്ചത്? നീയൊക്കെ മരിക്കാൻ വേണ്ടിട്ടാണ് അങ്ങോട്ട്. അച്ഛനമ്മമാർ കഷ്ടപ്പെട്ട് പഠിക്കാൻ അയക്കുന്നത് ഇതിനാണോ? ബാക്കിയുള്ളവർക്ക് പണി ഉണ്ടാക്കാനായിട്ട്. മക്കളെ, എന്തെങ്കിലും സംഭവിച്ചു പോയാ നിങ്ങളുടെ വീട്ടുകാരുടെ വിഷമം എന്താണെന്ന് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയോ? വേഗം കയറി പോവാൻ നോക്കാം. ഭാഗ്യം കൊണ്ടോ ഒന്നും പറ്റാഞ്ഞത്. ഹോസ്റ്റലിൽ കാണാം. ഹോസ്റ്റലിലേക്കല്ലേ? നിങ്ങൾ പോയിക്കോ. ജോ എന്നെ പിന്നെ ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടു. ബൈ ബൈ. ബൈ.